നമസ്കാരം. സിംഹവും കാട്ടാനയും അടക്കമുള്ള വന്യജീവികൾ ഏറെയുള്ള കാട്ടിൽ കാണാതായ 7 വയസ്സുകാരനെ 5 ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന് ശേഷം കണ്ടെത്തി. സിംബാബ്വേയിലെ വന്യജീവി സങ്കേതത്തിലാണ് സംഭവം നടന്നത്. ഡിസംബർ 27-ന് 7 വയസ്സുകാരനെ വന്യജീവി സങ്കേതത്തിൽ നിന്ന് കാണാതായി. പോലീസും വനംവകുപ്പ് അധികൃതരും പ്രാദേശികരും അടക്കമുള്ള സംയുക്ത സംഘത്തിന്റെ തെരച്ചിൽ 5 ദിവസം കഴിയുമ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായതിന് പിന്നാലെ മേഖലയിൽ കനത്ത മഴ പെയ്തതും തെരച്ചിലിനെ സാരമായി ബാധിച്ചിരുന്നു. മാട്ടു സാഡോണ ദേശീയ പാർക്കിൽ ഡിസംബർ 30-നാണ് കുട്ടിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായത്. വന്യജീവികളുടെ വിഹാര കേന്ദ്രത്തിലൂടെ തന്റെ ഗ്രാമത്തിൽ നിന്ന് 50 കിലോമീറ്ററോളം ദൂരമാണ് 7 വയസ്സുകാരൻ സഞ്ചരിച്ചത്. വനമേഖലയിൽ നിന്ന് ലഭിച്ച പഴങ്ങളും നദിയിൽ നിന്നുമുള്ള വെള്ളവുമാണ് 7 വയസ്സുകാരന്റെ ജീവൻ പിടിച്ചു നിർത്തിയതെന്നാണ് സിംബാബ്വേയിലെ ദേശീയ പാർക്ക് അധികൃതർ വിശദമാക്കുന്നത്. പ്രാഥമിക വൈദ്യ പരിശോധനകൾക്ക് ശേഷം 7 വയസ്സുകാരനെ വീട്ടുകാർക്ക് വിട്ടു നൽകിയതായാണ് അധികൃതർ ഇപ്പോൾ വിശദമാക്കുന്ന വിവരം. വരണ്ട മേഖലയിൽ ജീവിക്കുന്നതിനുള്ള വിദ്യകൾ ചെറുപ്രായത്തിലെ സ്വായത്തമാക്കിയതാണ് കുട്ടിയെ രക്ഷിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. 1470 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതമായ വന്യജീവി സങ്കേതത്തിലെ തെരച്ചിൽ ദുഷ്കരമായിരുന്നുവെന്നാണ് വിശദമായ വിവരങ്ങൾ. ആഫ്രിക്കയിൽ ഏറ്റവും അധികം സിംഹങ്ങൾ കാണുന്ന മേഖലയിലൊന്നാണ് ഇവിടം. കാണ്ടാമൃഗങ്ങളും കാട്ടാനയും ഇവിടെ ധാരാളമുണ്ടെന്നും അധികൃതർ വിശദമാക്കുന്നുണ്ട്. കാസാവിസോ വിഭാഗത്തിലുള്ള ടിനോ ടെൻഡെ പുഡു എന്ന 7 വയസ്സുകാരനെയാണ് അത്ഭുതകരമായ രീതിയിൽ രക്ഷിക്കാനായതെന്നാണ് സിംബാബ്വേയിലെ MP ആയ മുട്സ മുരോംബെഡ്സി എക്സിലെ കുറിപ്പിൽ വിശദമാക്കുന്നത്.